ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസൊക്കെ അല്ലേ വരണേ, അപ്പോൾ നമുക്ക് കേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. അതുപോലെ ഈ കേക്കിന് കാരമൽ കളർ കിട്ടാൻ നമുക്ക് കാരമൽ സിറപ്പ് മേടിക്കാൻ കിട്ടും. പഞ്ചസാര കാരമൽ ചെയ്യാൻ അറിയാത്തവർക്ക് കാരമൽ സിറപ്പ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവ് എത്രയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 1.25 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. എല്ലാ അളവുകളും കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ 1.25 കപ്പ് മൈദ ഞാൻ എടുത്തു. അതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. അപ്പം ഞാൻ 2 പ്രാവശ്യം അരിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഗ്രാമ്പൂ പൊടിച്ചത് മിക്സ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ തന്നെ മൂന്നാമത്തെ പ്രാവശ്യം അരിക്കണ നേരത്തെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗ്രാമ്പൂ പൊടിച്ചത് മിക്സ് ചെയ്തു കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രാമ്പ് പൊടിച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഒരു 3-4 ഗ്രാമ്പും അതുപോലെ 2 ചെറിയ പട്ട കഷ്ണല്ലേ, നമ്മുടെ പട്ട മസാല അതും കൂടി ഇട്ടിട്ട് പഞ്ചസാര നന്നായി പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൈദാര മിക്സിൽ ചേർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിക്കുമ്പോൾ അതിൽ ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ എത്ര അളവാണ് മൈദയും എടുത്തതെന്ന് വെച്ചാൽ ആ അളവിൽ തന്നെ ക്യാരറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ ക്യാരറ്റ് അതേ അളവിൽ തന്നെ എടുത്തു. എന്നിട്ട് ഞാൻ അതിൽ കുറച്ച് നമ്മുടെ മൈദ മിക്സ് ചെയ്തു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ക്യാരറ്റിൽ വെള്ളം ഉണ്ടാവും, പിന്നെ അങ്ങനെ അതിങ്ങനെ നനഞ്ഞിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ നമ്മൾ ബാറ്ററിൽ ഇടുമ്പോൾ ഇത് അടിയിൽ പോയി കെടുക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിച്ച് വെച്ച മൈദ മിക്സിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ അത് മിക്സ് ആകുമ്പോൾ ആകെ പൊടിയിൽ ഒട്ടിയിട്ട് കിടക്കണം. കാരണം കുഴപ്പമില്ലാണ്ട് നമ്മൾ ബാറ്ററിൽ ഒഴിക്കുമ്പോൾ ആയാലും ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ ക്യാരറ്റ് കിട്ടുന്നുണ്ടാവും. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചത് 3 എഗ്ഗാണ്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടിട്ട് എഗ്ഗ് എടുക്കാൻ പാടില്ല. ഒരു അരമണിക്കൂർ മുന്നേങ്കിലും എടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. ആ തണവൊക്കെ പോയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ അതുപോലെ അതിലേക്ക് ഞാനൊരു 1.25 ടീസ്പൂണ് വാനില എസൻസാണ് എടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ഡാർക്ക് കളറായതുകൊണ്ട് ഞാൻ 1.25 ടീസ്പൂണാണ് വാനില എസൻസ് എടുത്തട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു 1.5 കപ്പ് അതായത് പഞ്ചസാര പൊടിച്ചെടുത്തു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ പട്ട പൊടിച്ചതില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ 2 കഷ്ണം പട്ട പൊടിച്ചത് ആ പഞ്ചസാരയിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടാണ്. അപ്പോൾ 1.5 കപ്പ് എടുക്കുമ്പോൾ നമുക്ക് 1.25 കപ്പ് പൊടിച്ച പഞ്ചസാരയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിങ്ങനെ കുറേശ്ശെ മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാരമൽ സിറപ്പ്, ഈ കാരമൽ സിറപ്പ് ഇതാണ്. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും. ഇതൊരു 2 ടീസ്പൂൺ നമുക്ക് ഒഴിക്കുക. അതിനും കൂടുതൽ ഒഴിക്കേണ്ട, ചിലപ്പോൾ ഒരു കനപ്പ് വരും. അപ്പോൾ നമ്മൾ 2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇത് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ മിക്സ് ആക്കുമ്പോൾ കളറ് നമുക്ക് അത്യാവശ്യത്തിന് വരും. അപ്പോൾ കാരമൽ ചെയ്യാൻ അറിയാത്തവർക്കാണ് കേട്ടോ ഇങ്ങനെ സിറപ്പ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം. അതുപോലെ 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അധികം നേരം ബീറ്റ് ചെയ്യണ്ട കേട്ടോ. പെട്ടെന്ന് അതെല്ലായിടത്തേക്കും മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ നീക്കി വെച്ച മൈദ മിക്സില്ല, അത് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ക്യാരറ്റ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ കറുത്ത കളർ കാണുന്നത് ഈത്തപ്പഴത്തിൻ്റെ ഒരെണ്ണം അവിടെ ഇരിക്കുന്നത് പിള്ളേർ അതിൽ പൊട്ടിച്ചുട്ടു, അതാണ് കേട്ടോ ആ ഈത്തപ്പഴം. അങ്ങനെ അത് മിക്സ് ചെയ്തു. അതിനിടയിൽ ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ ഇതിൽ ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഓവനിൽ വെക്കുക. അപ്പോൾ എനിക്ക് 45 മിനിറ്റ് എടുത്തു കേട്ടോ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരുടെ ഓവനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ അടിപൊളിയായ ഒരു ക്യാരറ്റ് കേക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.